ഹലോ ഫ്രണ്ട്സ്, സുധാമേനോൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. കുക്കിങ്ങിൻ്റെ കുറച്ച് തിരക്കിലായിട്ടാണ്. മക്കളൊക്കെ വന്നുകൊണ്ട് മകനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പിന്നാലെ പോക്കും പെട്ടെന്നുള്ള കുക്കിങ്ങും അതെല്ലാം കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ തീർച്ചയാക്കി. അത് ആലു ക്യാപ്സിക്കം. ആലു എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ അതറിയാലോ, പിന്നെ ക്യാപ്സിക്കം സിംല മിർച്ച് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടൊരു ഡ്രൈ ഫ്രൈ ചെയ്യാനാണ് ഞാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലൊഴിച്ചു. എന്നിട്ട് അടുത്തത് ഇടാൻ പോകുന്നത് ജീരകം ഞാനൊരു 3/4 ടീസ്പൂൺ. നല്ല മണം തരും ഇതിന് ജീരകം ഇടാകുമ്പോൾ. ജീരകം നല്ലോണം പൊട്ടി. ഇനി കുറച്ച് ഇഞ്ചി, ഇത് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കുക, നമുക്ക് ഉപ്പേരിമാരി. ഇനി ഞാൻ ഇടാൻ പോണത് ഒരു വലിയ ഉള്ളി, കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ. ഇതും കൂടി ഇടണം. ഇതൊന്ന് നന്നായി സോട്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ ക്യാപ്സിക്കം, പച്ച കളറിലുള്ള ക്യാപ്സിക്കമാണിത്. ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്, സ്ക്വയർ പീസായിട്ട് കണ്ടോളൂ. എന്നിട്ട് ഇതിനെ ഞാൻ ഇടാൻ പോവാണ് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് ഞാൻ നന്നായി ഡ്രൈ ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെ ഇതിലിടുക. എന്നിട്ട് ഈ ഉള്ളിയും ക്യാപ്സിക്കം നന്നായി ഒന്ന്, ക്യാപ്സിക്കത്തിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ നന്നായി ഒന്ന് ബ്രൗൺ ആയിട്ട് വരും. അതുവരെ ഇതിനെ നന്നായി സോട്ട് ചെയ്യുക. ഈ സമയത്ത് ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച്. എന്താ വെച്ചാൽ പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പോൾ ഇനി ആദ്യം അതിൽ കുറച്ച് ഉപ്പ് ഇടണം. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിപ്പോൾ ലേശം ഉപ്പ് ഇട്ടു. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ക്യാപ്സിക്കം നന്നായി ഒന്ന് ബ്രൗൺ നിറായി വന്നു. ഉള്ളി പിന്നെ ഞാനിങ്ങനെ അടുത്തടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്നൊരു, ഈ സൈഡൊക്കെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തണം. അപ്പോൾ അത് കുറച്ച് വെന്തു എന്നാണ് അർത്ഥം. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ഹെവി ബോട്ടം പാൻ വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഡ്രൈ ആയിട്ട് കുറച്ച് നേരം ഇതിനെ ഒന്ന് സോട്ട് ചെയ്യണമല്ലോ, ഈ ക്യാപ്സിക്കം ഉള്ളി. ഇനി ഈ സമയത്താണ് ഞാൻ പൊട്ടാറ്റോ, ഇത് ഒരു 4 പൊട്ടാറ്റോ, വലിയ 4 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കണേ. ഇതിനെ ബോയിൽ ചെയ്തിരിക്കുകയാണ്. ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞിങ്ങനെ സ്ക്വയർ പീസായി കട്ട് ചെയ്തു. കാണുന്നുണ്ടല്ലോ. അത് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് പൊട്ടാറ്റോ. ഒരു 3 വിസിൽ, നല്ലൊരു പൊട്ടാറ്റോ ആണെങ്കിൽ അത് മതി. എന്നിട്ട് അതിനെ ഇപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ ഇനി എന്തൊക്കെയാണ് ഞാൻ ചേർക്കണമെന്ന് കാണിക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ഇനി ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പ് ആ ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് നന്നായി സോട്ടാവാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊരു ഡ്രൈ ഫ്രൈ ആണെന്നും കൂടി പറയാം. ഇതിൽ വെള്ളം അധികം പാടില്ല. അപ്പോൾ ഞാനിനി ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തു. ഇപ്പം ഞാനിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിങ്ങൾക്ക് നല്ല റെഡ് ചില്ലി എരിവുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ആർക്കും എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയൊരു മണം കൊറിയാണ്ടർ പൗഡർ. ഇനി ഇതിനെ ഒന്ന് ഞാൻ നന്നായി ഇളക്കട്ടെ. ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് തീരെയില്ല അതിൽ. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഇത് നന്നായി ഇളക്കി. ഈ സമയത്ത്
ഒരു ഗരം മസാല, ഇതൊരു 1/2 ടീസ്പൂൺ കേട്ടോ. ഒരുപാട് കുത്തുന്ന മണമാവരുത്. ഇനി ഇതിനെ ഞാൻ ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കും. എല്ലാം കൂടി നന്നായി ഇളക്കിയിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കണമെന്നില്ല. വേണ്ടവർക്ക് ഇതിൽ കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്യുക. പക്ഷെ ഇത് നല്ല ഡ്രൈ ഫ്രൈ, എനിക്ക് വളരെ ഡ്രൈ ആയി തോന്നുന്നതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടി എണ്ണ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് കുടഞ്ഞിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാൻ പോകുന്നു. കുറച്ച് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കും. ഇപ്പോൾ 5 നിമിഷം ഞാനിതിനെ അടച്ചു വെച്ചു. നല്ലോണം 5 മിനിറ്റ് അടച്ചു വെച്ചു. തുറക്കാണ്. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. കണ്ടോളൂ, ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ സമയത്ത് ഞാൻ ഈ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലി ഇല, ഇത് അതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂട്ടും. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നൗ മൈ capsicum പൊട്ടറ്റോ ഫ്രൈ ഈസ് റെഡി. ഇതൊന്നിങ്ങനെ പാത്രത്തിലിരുന്നിട്ടൊന്നാവട്ടെ. പക്ഷേ ഒരുപാട് ആവി വെള്ളം വീഴാൻ പാടില്ല ഇതിൽ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തുറക്കുകയാണ്. ഇനി ഇതിനെ ഞാൻ ആവി വെള്ളം വീഴുമ്പോൾ എന്താ അറിയുമോ, ഇതിലേക്ക് വെള്ളം കയറും. അപ്പോൾ ഇത് ഒരു ഡ്രൈ ഫ്രൈ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിനെ ഇനിയും തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും അടച്ച് വെച്ചാൽ അതിൽ പേപ്പറിൻ്റെ വാട്ടർ വീഴും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ തുറന്ന് വയ്ക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ പാനിലേക്ക് ഇതിനെ ആക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ എൻ്റെ ആലു ഗോബിയല്ല, ആലു ക്യാപ്സിക്കം ഇപ്പോൾ റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇത് തന്നെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നി. ഇത് ചപ്പാത്തിയുടെ കൂടെ ഫുൽക്ക റൊട്ടി, ബട്ട് ഓൾസോ ഡ്രൈ ഫ്രൈ ആയിട്ട്. അത് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് വേവിക്കുമ്പോഴും മുറിച്ച് വയ്ക്കുമ്പോഴും നല്ലോണം ഡ്രൈ ആയിരിക്കുക. പാനും ഡ്രൈ ആയിരിക്കണം. ചില ക്യാപ്സിക്കത്തിന് വലിയ വേവില്ല. ആ ഉള്ളിയുടെ കൂടെ അത് നന്നായി സോട്ടായി വരും. ആ സമയത്ത് ലേശം ഉപ്പും ചേർക്കുക. അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ മാത്രം പൊട്ടാറ്റോ ചേർക്കുക. പൊട്ടാറ്റോ വേവിച്ച് പൊട്ടാറ്റോ ആണല്ലോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ മെയിനായിട്ട് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ക്യാപ്സിക്കൻ കുറേ ആൾക്കാർക്ക് സാലഡിലിട്ട് കഴിക്കുക എന്നല്ലാതെ ക്യാപ്സിക്കൻ തനിയെ അതിനൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ല. അതിനെ തന്നെ നമ്മളൊരു ഫ്രൈ ഉണ്ടാക്കുക, ടൊമാറ്റോൻ്റെ കൂടെ ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ അധിക പേർക്കും ഈ ക്യാപ്സിക്കം മുഴുക്ക് വരട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. ഇത് വളരെ ടേസ്റ്റിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ സുധാ മേനോനെ അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം സുധാസ് വേൾഡ്. ബൈ ഫ്രണ്ട്സ്.